അപ്പോൾ പ്രിയപ്പെട്ടവരെ, എറണാകുളം വല്ലാർപാടത്തുണ്ടായ ഒരു ബസ് അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബ്രേക്ക് നഷ്ടമായതിന് പിന്നാലെ ബസ് ആംബുലൻസിലും ബൈക്കുകളിലും ഇടിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ആ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്കത് മനസ്സിലാവും. ആ ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പരമാവധി ഡ്രൈവർ അത് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രേക്ക് നഷ്ടപ്പെട്ടു. ആംബുലൻസിലെ രോഗി, ബസ്സിലെ യാത്രക്കാർ ഇവരടക്കം 20 പേർക്കാണ് പരിക്കേറ്റത്. ബസ് ട്രക്കിൽ ഇടിച്ച് നിർത്തിയതോടെയാണ് വൻ അപകടം ഒഴിവായത്. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കണ്ടുവരാം. ബ്രേക്ക് നഷ്ടമായി ട്രക്കിൽ ഇടിച്ച് ആ വാഹനം നിൽക്കുകയായിരുന്നു. അതല്ലെങ്കിൽ കൂടുതൽ അപകടമുണ്ടായതിന് അല്പം വേഗതയിൽ തന്നെയാണ് ബസ്സെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. ആംബുലൻസിലാണ് പിന്നിൽ ഇടിക്കുന്നത്. അതിനുശേഷം മറ്റു ബൈക്കുകളിലും പോയി ഇടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആ ഓട്ടോ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ പോയി ഇടിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്വകാര്യ ബസ്സിൻ്റെ ഡാഷ്ബോർഡിന് മുന്നിൽ ഘടിപ്പിച്ച ക്യാമറയിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത്. ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് കാരണമെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രൈവർ അങ്ങനെയാണ് പറയുന്നത്. ആംബുലൻസിലിടിച്ചു, ബൈക്കിലിടിച്ചു, പിന്നീട് ആ ട്രക്കിലിടിച്ചാണ് ആ വാഹനം നിൽക്കുന്നത്. മുൻപിലൊക്കെ യാത്ര ചെയ്തിരുന്ന ആളുകൾ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. സൈഫ് ന്യൂസ് അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൈഫ് ന്യൂസ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നടുക്കുന്ന ദൃശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാഹനത്തിന് മുൻപിലൊക്കെ യാത്ര ചെയ്തിരുന്ന ആളുകൾ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ടാവും. ഗുരുതരമായി പരിക്കേറ്റവരുണ്ടോ ഈ അപകടത്തിൽ? അരുൺകുമാർ, ഗുരുതരമായി പരിക്കേറ്റത് ഈ ഡ്രൈവർക്ക് തന്നെയാണ്. അതായത് ഡ്രൈവർ ആത്മരക്ഷാർത്ഥം കൂടെയുള്ള ഈ വാഹനത്തിലെ യാത്രക്കാരുടെയും ഒപ്പം തന്നെ മറ്റ് റോഡിലെ യാത്രക്കാരുടെ എല്ലാം തന്നെ ജീവൻ രക്ഷിക്കാനായി ട്രക്കിലേക്ക് ഇടിപ്പിച്ച് നിർത്തുകയായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഒന്ന് വാഹനം വെട്ടിക്കാനൊന്നും ശ്രമിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ശ്രമിക്കാതെ അതല്ലാതെ വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വൈപ്പിൻ എറണാകുളം റൂട്ടിലോടുന്ന ബസ്സാണ്. വൈപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് വല്ലാർപാടം പാലം ഇറങ്ങുമ്പോഴാണ്, അതായത് പാലം ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ആ സ്പീഡ് നിയന്ത്രിക്കാനായി ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് ബ്രേക്ക് ഇല്ലെന്ന വിവരം ഈ ഡ്രൈവർക്ക് മനസ്സിലായത്. പിന്നീട് ഇദ്ദേഹം അലറി വിളിക്കുകയാണ് റോഡിലുള്ള ആളുകളോട്, മാറൂ, ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ തൊട്ട് മുമ്പിൽ പോയ ഒരു ആംബുലൻസിലിടിക്കുന്നു, പിന്നീട് ഒരു 2 ബൈക്കുകളിലിടിക്കുന്നു, ഈ ആംബുലൻസ് പോയി ഒരു ബൈക്കിലിടിക്കുന്നു. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ട്രക്ക് മുൻപിൽ പോകുന്നത്. ഈ ട്രക്കിന് പിന്നിൽ കൊണ്ടുവന്ന് ഈ വാഹനം, ഈ ബസ് കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നിർത്തുകയായിരുന്നു. ഈ വാഹനം ഇടിപ്പിച്ച ആഘാതത്തിൽ തന്നെ ഈ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഇതുകൂടാതെ 20ഓളം പേർക്ക് ഈ ബസ്സിലുണ്ടായിരുന്നതും ഒപ്പം തന്നെ റോഡിൽ യാത്ര ചെയ്തിരുന്നതും ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. പക്ഷേ ഇവരുടെ ഒന്നും പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായ പരിക്കേറ്റത് ഈ ഡ്രൈവർക്ക് തന്നെയാണ്. ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആംബുലൻസിലെ രോഗി ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 20ഓളം പേർക്കാണ് പരിക്കേറ്റത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെയാണ്, വളരെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. എന്തായാലും ആ ഡ്രൈവറുടെ ആ സമയത്തെ ഒരു അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയ ദുരന്തത്തിലേക്ക് പോകാതിരുന്നതെന്ന് വേണം മനസ്സിലാക്കുവാൻ. ഓക്കെ, ശരിയാണ് സൈഫ് നിസ. ആ ഡ്രൈവർ കൂടുതൽ അപകടം ഉണ്ടാകുമായിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ബസ്സിനെ രക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ ഇടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ട്രക്കും ആയിരുന്നില്ല. ട്രക്കും ആ സമയത്ത് നിർത്തിയിട്ടിരുന്നു എന്നതാണ് കൂടുതൽ അപകടത്തിൻ്റെ ആഘാതം ഏൽക്കാൻ സാധ്യത. ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഡ്രൈവർക്ക് തന്നെയാണ്. എന്ത് ചെയ്യുമല്ലേ? ബസ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക? വേറെ എങ്ങും ഇടിച്ചു നിർത്താനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്രയേ സംഭവിച്ചുള്ളൂ എന്ന് നമുക്ക് തൽക്കാലം ആശ്വസിക്കാം.